मेरी जैसे है, उसको नींद नहीं आ रही। घड़ी पहन रखी है। എന്താടാ ഇത്രയും താമസിച്ചത്? ആളുകൾക്ക് പഴയതുപോലുള്ള പിക്കപ്പ് ഇല്ല, പഴയതുപോലുള്ള പിക്കപ്പ് ഇല്ല എന്ന് പറയായിരുന്നു. ഏതായാലും അമ്പലക്കുളത്തിൽ ഇറങ്ങി മോറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വീട്ടിൽ പോവാൻ. വണ്ടിയിൽ വെള്ളം ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് വേഷ വാ കുലുക്കൊഴിഞ്ഞ് കുപ്പിളിച്ച് തുപ്പിയിട്ട് നിരയിലെ പെട്ടിന്ന് 2 ഏലക്ക എടുത്ത് വയലിട്ട് ചവച്ച കാര്യം കഴിഞ്ഞു. ഓ അക്കാലൊക്കെ പോയടാ. അല്ലെങ്കിൽ തന്നെ ഏലക്കാടെ മണം അടിക്കുമ്പോഴേ പെങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ലോണം മോന്നിട്ടുണ്ടെന്ന്. അത് ശരിയാ, അല്ലെങ്കിൽ കൊച്ചു വെളുപ്പാൻ കാലത്ത് ആരെങ്കിലും ഏലക്കു. വേറൊരു വിദ്യ ഉണ്ട് തമ്പ്രാൻ ചേട്ടാ. വേണ്ട 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 വേണ്ട, നീ പറയുന്ന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അന്നൊക്കെ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മോൻ അങ്ങോട്ട് കേട്ടോണ്ടാ മതി. ഈ ചന്തയിലെ വിശേഷങ്ങളൊക്കെ യശോദാമ്മയോട് വർണ്ണിക്കുമ്പോ ഞാൻ കള്ളു കുടിച്ച് പറിച്ച കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ തല പോയാലും ഞാൻ പറയില്ല. നിനക്ക് വാഴയുണ്ട്, എനിക്ക് കഴിയണ്ട, ഞാൻ കുടിച്ചില്ലല്ലോ. എന്നാ മാണിക്കാ സൗഖ്യമാ? എന്നാ സൗഖ്യമാ? कैसे दिखा रहे हैं ना, जैसे यहाँ देखोगे. ഞാള് ചൂലുംപെള്ളായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാണ് എണീറ്റ് വരുന്നത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എപ്പോഴാ ചന്തേന്ന് വന്നേ? ഞാള് പൊലച്ചൊക്കെ വന്നു. ഓ, മറ്റേ 2 എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കിറക്കിട്ട് കാളനെയും കുളിപ്പിച്ച് വണ്ടി കൊണ്ട് പോന്നോളാം ഞാളോട് പറഞ്ഞേ. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പ്രാന്റെ വരവ്. അത് ഞങ്ങൾക്കറിയില്ല അമ്പ്രാട്ടി. തമ്പ്രാൻ കള്ളുപുര കയറി പോണത് ഞാള് കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ളുപുരന്ന് ഇറങ്ങി വരുന്നത് കണ്ട്. ഓ, അപ്പൊ മുണ്ടും തുണിയൊന്നും ഇല്ലാണ്ടായിരിക്കും വരവ്. മുണ്ടൊക്കെ ഉണ്ട്, അതാരെയും നയിഞ്ഞു പോകാണ്ടിരിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. അവനെ ആ അവസ്ഥയെ കണ്ടിട്ട് വിളിച്ചോണ്ട് പോരാതെ നീ ഇങ്ങി പോന്നു അല്ലേ? ഞാള് വിളിച്ച്, അപ്പൊ തമ്പ്രാൻ നല്ലൊരു ചീത്ത വിളിച്ച്. പരപര വെളുത്തപ്പ ഞാള് ആജിമാടയിലെത്തി. അപ്പൊ ബസ്സുകാര് പറയുന്നത് കേട്ട് തമ്പ്രാൻ ചന്തയിൽ അടി നടത്തിന്ന്. മിളമ്പ്രം പാവാമ്പ്രാട്ടി. ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് നടന്ന് മിളമ്പ്രം ചീത്തയായി പോയി. ഞാളിതിടെ പറഞ്ഞത് തമ്പ്രാനോട് പറയല്ലേ അമ്പ്രാട്ടി. നീ എന്തിനാ മാണിക്കന്റെ ദുഷി പറഞ്ഞത്? ഓൻ ദുഷ്ടവനായതുകൊണ്ട്. ഞാളെ പോലെ ഓന് ഇടുത്ത പണിക്കാരനാ. എന്നാലോ തമ്പ്രാനാന്നാ വിചാരം. ഓനെ ഇടുന്ന് അടിച്ചറിക്കാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. നോയിക്കോ, ഞാളിത് മാണിക്കനോട് പറയും. പറഞ്ഞ ഞാക്കെന്താ? ഓനെ ഞാളെന്തിനാ പേടിക്കുന്നു? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും ഞാള് വേച്ചേക്കൂല. എനിക്ക് ഓനോ ബലുത് ഞാളോ ബലുത് മറക്കണ്ട. ഇന്റെ അപ്പൻ ഞാളെ മാമന. കഴിഞ്ഞാല് ഇന്ന മംഗലം കഴിക്കുന്നത് ഞാളാ. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോരല്ലോ. ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളതാ. അപ്പന്റെ ബാക്കുണ്ടെങ്കിൽ ഇനിയിപ്പോ അപ്പനെ കെട്ടിക്കോ. അതിന് പരലോകം വരെ പോണ്ട മോളെ. ഗഞ്ചിമൂടെ കാന്താരി വിവരം അറിയും ഇല്ലയോ മാണിക്ക? പിന്നെ ഇത്തവണ നല്ല ഉശിരുള്ള ഉരുക്കളല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. കാശിത്തിരി കൂടിയാലെന്ത്, കണ്ടിറങ്ങിയ പറ പറക്കും. ഗഞ്ചിമൂടെ കാന്താരിയുടെ മാനം ഇത്തവണ പട്ടം പറപ്പിക്കും പോലെ ഞാൻ പറപ്പിക്കോ ഇല്ലയോ? അപ്പോഴേ യശോദാമ്മയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവും. ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ? കള്ളു കുടിച്ചെന്നോ? അയ്യേ, സത്യം പറയടാ, കള്ളു കുടിച്ചോ? ഞാൻ കുടിച്ചു. നീയല്ല, ഇവൻ കള്ളു കുടിച്ചോന്ന്? ഇല്ലേ? കുടിച്ചില്ലേ? വന്ന് വന്ന് നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ? വെറുതെ കിട്ടിയപ്പോഴുള്ള സന്ധി കള്ളു കുടിച്ചു. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെന്ന് ക്ഷമിച്ചാരോ മാപ്പ് പോരെ. നീ തല്ലുണ്ടാക്കിയില്ലേ? തല്ല? ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? നീ ഇത് കേട്ടോടാ. അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൈ തലേ വെക്കടാ. കുടിച്ചിട്ട് ചന്തയിൽ എന്തുണ്ടായി എന്ന് പറ. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല തമ്പ്രാട്ടിയമ്മേ. തമ്പ്രാൻ ചേട്ടന്റെ കാലിടറി അങ്ങോട്ട് വീണു. വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു, അതിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു. തൂണിന്റെ അടിയില് ഒരു ചട്ടി ഉണ്ടായിരുന്നു, അത് പൊട്ടി. അത്രേ ഉള്ളൂ. ഞങ്ങളിങ്ങി പോന്നു. കൈ ഇവിടെ വെക്കടാ. ഒരു ചട്ടി പൊട്ടിയതിനാണോ ഉന്തന്താളും ഉണ്ടായത്? ഒരു ചട്ടി അല്ല തമ്പ്രാട്ടിയമ്മേ, ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ 10-200 ചട്ടി ഉണ്ടായിരുന്നു. സ്വാഭാവികം.
അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്നിരുന്ന ലോറിയുടെ ചില്ലേ കൊണ്ടു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിന്നൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ. സ്വാഭാവികം. പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് പോന്നു. അത്രേ ഉള്ളൂ. ദാ, തെളിച്ച് പറയടാ. എന്നാ ഇനി തെളിച്ച് പറഞ്ഞേക്കാം. ലോറിക്കാർ തമ്പുരാനെ തല്ലി, തമ്പുരാൻ തിരിച്ചു തല്ലി, പിന്നെ കൂട്ടത്തല്ലായി. പോലീസുകാർ കേസെടുത്തു. ഈശ്വര, ശരിക്ക് തല്ല് കിട്ടിയോ? എനിക്ക് 3-4 കിട്ടി. ഞാൻ 10 രൂപ തന്നെ തിരിച്ചു കൊടുത്തു. തമ്പ്രാന് കിട്ടിയ ചറപറാന്നായതുകൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. പോലീസുകാർ വന്ന് കേസെടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേസെടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ചൊക്കുമില്ല. ഞങ്ങളെ യശോദാമ്മ കാത്തിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് പൊങ്കലിനൊടുക്കാൻ ഒരു കസവ് പുടവ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് കസവ് പുടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങി പോന്നു. ഇത് നോക്കിയേ, നെയ്ത്തുകാരന്റെ അടുത്ത് പറഞ്ഞ് 7 എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് കാവില് വന്ന് നിന്നാൽ 10 മാറ്റുള്ള 100 മൂരിക്കുട്ടന്മാര് നിരന്നു നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്തുനിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല. വേഗം ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ ആ ചേലൊന്ന് കാണട്ടെ. ഇപ്പൊ വേണ്ട, പെങ്ങള് പറഞ്ഞാ ശരി. ഇതൊക്കെ ഒരു പ്രാവശ്യം നീ മിണ്ടരുത്. കണ്ണിന് ഞാൻ വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചു വന്നു വല്ലതും കഴിക്കേ. നീ ഇല്ലയോ പറഞ്ഞ തല പോയാലും ഒന്നും പറയൂലെന്ന്. പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. തല പോയാൽ ഒന്നും പറയില്ലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോലേ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വലിയ ഗൗരവൊന്നും കാണിക്കണ്ട, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അണ്ണയ്യ, എവിടേക്കാ പോണേ? ഒന്ന് മുങ്ങിച്ചാവാൻ. വേണ്ടാത്തൊന്നും മിണ്ടണ്ടോ. നീ കൊഴയാതെ പറയാൻ വല്ലോണ്ടേ നേരെ പറ. പിന്നെ ഇന്നലെ തത്ത പറഞ്ഞു ഞങ്ങളെ മോഹൊക്കെ നടക്കുന്നു. ഏത് തത്ത? ആ കൈ നോക്കണ തിമ്മയ്യല്ലേ, ഓന്റെ ചീട്ട് എടുക്കണ തത്ത. ചീട്ട് നോക്കിട്ടാ പറഞ്ഞേ നടക്കുന്നു. എന്ത് നടക്കുന്നു? ഞാൻ കണ്ണയ്യെ കിട്ടുന്നു. തിമ്മയ്യും തത്തയും പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. തിമ്മയ്യും തത്തയും എല്ലാത്തിനും കൂടെ പൊട്ടക്കുളത്ത് തത്ത പറഞ്ഞാ നടക്കും. തിമ്മയ്യ പറഞ്ഞത് അപ്പക്കാളേനോട് പറയണ്ടട്ടാ. അല്ലേലും ഓൻ അണ്ണയോട് കയറുവാ. ചന്തയില് കള്ളു കുടിച്ചൊന്നും ഭയക്കൊണ്ടാക്കിയെന്നും ഈ എന്തൊക്കെയാ തമ്പാട്ടിയോട് പറഞ്ഞേ. Yo sé ni que el tipo son de su fiancé. 97, 98, 99. Sí, no sé. 99 100. 100. ഇത് കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിച്ച കാര്യം പറഞ്ഞതിന്, ഇനി ലോറിക്കാരുമായി തല്ലുണ്ടായ കാര്യം പറഞ്ഞതിന് മാണിക്ക നമുക്ക് എത്ര കാളയുണ്ട്? നമുക്ക് 52, 53, 55. 55 കാളയും ഒരു കാളയ്ക്ക് 4 തൊട്ടി വെള്ളം വെച്ച് കിണറ്റിന്ന് കോരി വൈകുന്നേരം എന്നിട്ട് എന്നെ ഒന്ന് കാണണം. അപ്പൊ ഈ പിന്നെ പോലീസുകാർ വന്ന കാര്യം പോലീസുകാർ വന്ന കാര്യം പറഞ്ഞതിന് അതിനുള്ള ശിക്ഷ ഞാൻ അപ്പ പറയാം. Es una sabotada, no sé. പകുതി പണിഷ്മെന്റ് മില്ലേ उसको. മാണിക്ക നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ಮಾಣಿಂಕುಳಂ ಮಾರ್ಕೆಟ್ನಲ್ಲಿ ಎತ್ತಿನ ಗಾಡಿ ಓಡಿಸಿದ್ರೆ ಅವನೇ ನಂಬರ್ 1. ಆದ್ರೆ ಸ್ವಲ್ಪ ಹಣ ಹೆಚ್ಚು ಕೇಳ್ತಾನೆ. ರೊಕ್ಕದ ಪ್ರಶ್ನೆ ಅಲ್ಲ, ಆದರೆ ಈ ಸದಿ ನಾ ಗದಲಬೇಕು. തമ്പ്രാട്ടി, ഈ ചോമണ്ണ പറയുന്നൊന്നും കൂട്ടണ്ട. കഴിഞ്ഞ പൊങ്കലിന് ഇയാള് വീരവാദം അടിച്ചിട്ടല്ലേ ഒരു കിഴങ്ങനെയും കൊണ്ട് വന്നത്. ഓട്ടം കഴിഞ്ഞപ്പോ മാണിക്യൻ ജയിച്ചു. നമ്മുടെ കാള മാണിക്കിന്റെ കാളയുടെ 7 അയലത്തെത്തിയില്ല. നമ്മുടെ മാനവും പോയി, വാതു വെച്ച 100 വരെ നിലവും പോയി. ഇത്തവണ തോറ്റ ഇവനെ ഞാൻ ഈ കെട്ടിനകത്ത് കേറ്റില്ല. രാജയ, ഇവനക്ക് ಏನು ಬೇಕೋ ಕೊಟ್ಟು ಕಳ್ಸು. ഒന്നാം തീയതി ഒരു സഞ്ചിയും ചുരുട്ടി കക്ഷത്തി വെച്ചോണ്ട് ഇറങ്ങിക്കോളും. ഇവിടെ ഉരുട്ടി വെച്ചിരിക്കില്ല. ചെമ്പ്രാന്റെ വെറ്റിലച്ചേലത്തിലെ വെറ്റില കാണും. ഒരു വെറ്റില തുളസി വെറ്റില കൂട്ടി മുറുക്കിയിട്ട് 4 വർഷമായി നാവ് കൊതിക്കുന്നു. എന്റെ നാക്കും ചൊറിയുന്നു. ഒരു വെറ്റില തരാ, അതിന്റെ സ്ഥലം കാലിയാക്കണം. തമ്പ്രാട്ടിയും കണ്ട് കൊച്ചമ്പ്രാനെയും കണ്ട് പൊങ്കലും കൂടിയിട്ട് കണ്ണയ്യം പോകുന്നു. ഒരു 5-6 ദിവസം ഇവിടെ താമസിച്ച് തിന്ന് മുടിക്കാനുള്ള ഉദ്ദേശത്തോടാ വരവല്ലേ. പിന്നെ തമ്പ്രാന്റെ വെട്ടി ചാപ്പാണം പുകല കാണും. ചുണ്ണാമ്പെന്ന് പറഞ്ഞാൽ തേൻ പോലത്തെ വെറ്റി എടുക്കുമ്പോ അതും കൂടെ എടുത്തോണ്ട് പോലെ ഇച്ചിരി ചെയ്യുക. വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പന്റെ ഓർമ്മല്ലോ. അപ്പനെ പറഞ്ഞേ. നിന്റെ അപ്പൻ തെണ്ടി, നിന്റെ അപ്പൻ അരപ്പാളി, നിന്റെ അപ്പൻ നാണം കെട്ടവൻ. സമ്മതിച്ചോ? ആണല്ലോ. ഓ, എനിക്കത് അറിഞ്ഞാ മതി. എന്താ അപ്പനും മോനും തമ്മിൽ ഒരു കടിപിടി? ഇവിടെ കിടന്ന് ഇച്ചിരി ആളാവുന്നുണ്ട്. എന്താടാ? അല്ലമ്മ, എനിക്ക് ആകെ ഉള്ളത് ഒരു പെങ്ങളല്ലേ. ആണ്ടിന് സംക്രാന്തിക്ക് വല്ലപ്പോഴും ഒരിക്കലല്ലേ അപ്പൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവളെയും കൂടെ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് എഴുന്നേണ്ട വല്ല കാര്യമുണ്ടോ? എത്ര നാളായെന്നറിയാം ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട്. അത് ശരിയാ, ചിന്നുനെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഞാനും അവളെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. അവക്ക് അടുത്ത ആഴ്ച പരീക്ഷ, അതുകൊണ്ടാവും. പിന്നെ പരീക്ഷ കഴിച്ചിട്ട് അങ്ങ് മരിച്ചായിട്ട് പോവില്ലയോ? ഞാൻ ഇവിടെ അവന്റെ സങ്കടം കൊണ്ടാ. വല്ലതും പറഞ്ഞെങ്കി കണ്ണയ്യും കാര്യാക്കണ്ട.
അയ്യോ എമ്പരാട്ടി, അവൻ ഇവിടെ ഈ തറവാട്ടിൽ ഞെളിഞ്ഞ് നിന്ന് ഭരിക്കണ കാണുമ്പോ സത്യം പറഞ്ഞാൽ അടിയന്റെ ഉള്ളിൽ കുളിര് കോരിയിടണ പോലെ. മാടമ്പി തറവാട്ടിലെ കാര്യസ്ഥ പണി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അന്തസ്സുള്ള എന്ത് പണിയുണ്ട് ഈ ലോകത്ത്? അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ. ആ കാലമൊക്കെ പോയില്ലേ. തറവാടും വീടും ഒക്കെ വിട്ടിട്ടല്ലേ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് പോകുന്നത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, അവന്റെ വാശി. കുറ്റം പറയാൻ പറ്റില്ല. എന്തൊരു ചതിയാ ഇഞ്ചിമൂടക്കാര് തമ്പരാട്ടിയോട് കാട്ടിയത്. അനുജനാണെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ തമ്പരാട്ടി കൊച്ചമ്പളാനെ വളർത്തിയത്. അപ്പൊ പിന്നെ മൂപ്പർക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഒരു ഗാന്ധാരി, ഗാന്ധാരി അല്ലേ അവള്, ഭദ്രകാളിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക കണ്ണയ്യ. പെങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടൊരു ചായവുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരല്ലേ. നീ വേണ്ടാത്ത ഒന്നും പറയണ്ട. എനിക്ക് ആരോടും ചായവും ചരുവും ഒന്നുമില്ല. നീ പറയുന്നത് തന്നെ എനിക്കിപ്പോഴും അവസാനത്തെ വാക്ക്. പിന്നെ എന്റെയും നിന്റെയും കാലം കഴിഞ്ഞാലും ഈ വലിച്ചു വാരി കൂട്ടുന്നതിനൊക്കെ ഒരു അവകാശം വേണ്ടേ? അതുകൊണ്ടാ പറയുന്നത് എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ. എത്ര ആലോചന വന്നു, ഒന്നും വേണ്ട. എന്നാ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. ഇവൻ ഒരു പെണ്ണ് കെട്ടിക്കാണാൻ ഞാൻ എന്തോരം നേർച്ചയാ നേർന്നെന്നറിയോ കണ്ണയ്യന്? അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പെങ്ങളെ? വേണ്ട വേണ്ട, നിന്നോട് സംസാരിച്ചാ തെറ്റും. കണ്ണയ്യൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നാമ്പറത്തേക്ക് വന്നോളൂ. ഓ അല്ല, കല്യാണം കഴിക്കുന്നതിന്റെ കഴിക്കാം. കണ്ണയ്യൻ അപ്പുറത്ത് പോലും കഴിക്കും. ഓ പിന്നെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ചിന്ത വേണ്ട ഉടനെ വേണം. പിക്കപ്പ് പോയാ അല്ല, പിക്കപ്പ് പോയാ പിന്നെ നടക്കും. ദേ ഇത് കണ്ടോ, മണിക്കുട്ടൻ എനിക്ക് പൊങ്കലിനൊടുക്കാൻ വാങ്ങി തന്നതാ. ഇവൻ ചന്തയ്ക്ക് പോയി തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് കണ്ണയ്യൻ അറിയോ? 20 വർഷം. ഇത്രയും വർഷമായിട്ട് പൊങ്കലെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവന്റെ കൈ കൊണ്ട് വാങ്ങിച്ചത് കൊടുത്തേ ഞാൻ കാവി പോവാ. अच्छा वही लाता ना उसके लिए साड़ी हमेशा हैं, उसके पीछे भी भाग रहा हूँ. 4-ാമത്തെ വയസ്സ് ഞാൻ ഇവിടെ കൊണ്ട് വിട്ടതല്ലേ തമ്പരാട്ടി അവനെ. നിങ്ങൾ കാണിക്കണ ഈ സ്നേഹം കാണുമ്പോ എനിക്ക് പോലും അസൂയ തോന്നുന്നുണ്ട്. അവന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. എനിക്ക് വേണ്ടി ജീവിച്ച് അവൻ അവന് വേണ്ടി ജീവിക്കാൻ മറന്നു. എല്ലാ കുരുത്തക്കേടിനും കൂട്ടുണ്ട് ഇവൻ. എന്നാ അല്പം നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇവനും ഇല്ല. എടി പെണ്ണെ, കണ്ണയും കഴിച്ചു കഴിഞ്ഞാ ഈ പാത്രം കൂടി വാങ്ങി മോറി വെക്കേ. क्या हुआ उसको? ಚಿನ್ನಮ್ಮ, ನೀನೇನೋ ಹೇಳ್ಬೇಕಾ? ನಾನು ನಿಜವಾಗ್ಲೂ ಹೇಳ್ತೀನಿ, ಈ ಮಗು ನಂದೆ. ಇವರನ್ನ ಬಿಟ್ಟು ಬೇರೆ ಯಾರ ಜೊತೆಯಲ್ಲಿ ತಪ್ಪು ಮಾಡಲಿಲ್ಲ. அவன் கேக்குறது நியாயம் தானம்மா. நீயும் கருப்பு, அவனும் கருப்பு. குழந்தை எப்படி சிவப்பா பிறந்தது? തനിക്കെന്ത് തോന്നുന്നു? ഗാന്ധാരിയമ്മ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. തീരുമാനം ഞാൻ പറയാം. ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരുവന്റെ കുട്ടിയെ കെട്ടിയവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ച് പിഴച്ചു പെറ്റ ഇവളെ തലമുണ്ടനം ചെയ്ത് പുള്ളി കുത്തി മുക്കാലിൽ കെട്ടി തല്ലി കഴുതപ്പുറത്ത് കയറ്റി നാട്ടിലൂടെ നടത്തണമെന്നാണ് നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം. ऐसे ही उसे मतलब ಸಂಬಂಧ ಯಾರಾದರೂ ಹೇಳ್ಬೇಕಾ? दोषी ठहरा दी. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? हाँ इसको बता देना उसको कुछ. ഇതേ നിജായായിരുന്ന ಗೊತ್ತಿಲ್ಲದೆ ഈ നിരപരാധി ഒടുകിനി ദണ്ഡി സഭാരത് കുറ്റം തെളിയിക്കപ്പെടാതെ ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ നാട്ടുകൂട്ടം കൂടിയിരിക്കുന്നതേ കറുത്ത കിട്ടപ്പയ്ക്കും കറുത്ത ചിന്നമ്മയ്ക്കും വെളുത്ത കുഞ്ഞ് എങ്ങനെ ഉണ്ടായെന്ന് തീരുമാനിക്കാനാ. ചിന്നമ്മ തെറ്റുകാരിയാണെന്നുള്ള ഗാന്ധാരിയമ്മയുടെ തീരുമാനം ശരി തന്നെയാ. അല്ലം തെളിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? തെളിയിച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നാളെ മുതൽ ശ്രീകൃഷ്ണൻ ഇരിക്കാം. ഇല്ലെങ്കിൽ മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി പുള്ളി കുത്തുന്നത് നിങ്ങളെ ആയിരിക്കും. സമ്മതമാണോ? സമ്മതമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ചിന്നമ്മൂനെ അറിയുന്ന കിട്ടപ്പയ്ക്ക് അറിയത്തില്ല അവക്ക് ഇവിടെ ഏതെങ്കിലും പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഉണ്ടോ? ഈ കൊച്ചു ഗ്രാമത്തിൽ ചിന്നമ്മു എന്ന പെണ്ണിനെ കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഉണ്ടോ? പിന്നെ കറുപ്പും കൂടി ചേർന്ന വെളുപ്പാകത്തില്ല എന്നുള്ള ന്യായത്തിന്റെ പേരിലാണല്ലോ ഇവളെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ ആ പൂന്താൻ ന്യായത്തിന്റെ പേരിൽ ഇവളെ തെറ്റുകാരിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവന് ഞാൻ ചുരുട്ടിക്കൊടുത്ത വെറ്റിലയുടെ നിറം എന്തായിരുന്നു അല്ലേ? അതിന് ഞാൻ തേച്ച ചുണ്ണാമ്പിന്റെ നിറം വെള്ള. ഇവൻ ചവച്ചു തുപ്പുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒരു നിറമല്ലെങ്കിൽ അടിച്ചിവന്റെ കരളക്കുറ്റിയെ മുട്ടും. തുപ്പടാ തുപ്പ. उसका कलर चेंज हो जाएगा. ഇടോ കുഞ്ഞുങ്ങൾ വെളുത്തെന്നും കറുത്തെന്നും ഒക്കെ ഇരിക്കും. വല്ലോരും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കാന്ന് പറഞ്ഞാൽ പോയ കൊച്ചെടുത്തൊന്ന് വീട്ടിൽ പോ.
കയറിയിരിക്കണോ ഒന്നും പറഞ്ഞില്ല. നാട്ടുകൂട്ടം കൽപ്പിക്കാനുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ അത് ശ്രീകൃഷ്ണൻ. ഗിഞ്ചിമുടക്കാർ ജയിച്ചാൽ മാടമ്പിക്കാർ എന്ത് തരും? 101 പറ നിലം, 101 വണ്ടിക്കാള, 101 കറവപ്പശുക്കൾ. ഗിഞ്ചിമുടക്കാർ തോറ്റാൽ എന്ത് തരും? 202 പറ നിലവും डबल कर दिया सीधे. 202 കറവപ്പശുക്കളെ തന്നേക്കാം. എന്ന് തുടങ്ങാം. തുടങ്ങാം. Let's begin. Start. itu मुआन लाल है ना? हाँ, एक उसकी तरफ से ना. बस जीत गया. ठीक है. ये क्या नाच रहे दोनों? इस साल भी आ गई वो. നേന്ത്രക്കൊല 50, മണ്ണൻകൊല 60, തേങ്ങാക്കൊല 450. അപ്പൊ മാങ്ങാത്തൊലിയോടാ? അല്ല, തേങ്ങ 450. ഈ പറഞ്ഞത് ബേലിന്റെ പിടിയിൽ ഇറങ്ങിയിട്ട്. അപ്പൊ നീ വണ്ടികൾ കൊണ്ടുപോക്കോ. അവിടെ ചെന്ന് യശോദാമ്മയോട് വല്ല അനാവശ്യവും പറഞ്ഞു പിടിപ്പിച്ചാൽ അരിഞ്ഞു കളഞ്ഞ. മുതലാളി ഇത്തവണ കാത്തൂന്റെ കടയിലേക്ക് ചരക്കൊന്നും തന്നില്ല. നിലക്കടലയും കൊപ്രയും അടുത്ത എന്തൊക്കെയോ ഉണ്ടാവും, അതാണല്ലോ ഇതിന്റെ കച്ചവടം. പക്ഷെ കാശിന്റെ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, വിട്ടുവീഴ്ച പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും കാശ എന്നുള്ള വിചാരമേ ഉള്ളൂ. നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മാണിക്ക? ഏത് പാട്ട്? എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്. ഒന്നുമല്ല, തമ്പ്രാഞ്ചേന്റെ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാ. എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ ഇനി അങ്ങനെ ഒരു പെണ്ണ് കിട്ടും. കല്യാണം 10 വർഷം പൊന്നെ കരളെന്നും പറഞ്ഞ് എന്നെ സ്നേഹിച്ചതാ. ഇയാൾ എന്തെങ്കിലും കെട്ടിയ എന്നെ കെട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി. ഇപ്പൊ തമ്പ്രാഞ്ചേന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഗിഞ്ചിമൂട ഗാന്ധാരി ഒന്ന് ഒതുക്കുക. അല്ലെ ചേച്ചി പറ, തമ്പ്രാഞ്ചേന്റെ ചേച്ചി യശോദ തമ്പുരാട്ടിയോട് ആ കാന്താരി കാണിച്ചത് ന്യായമാണോ? സ്വന്തം അനുജന് ഭ്രാന്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചോണ്ട് അയാളെ കൊണ്ട് യശോദ തമ്പുരാട്ടിയെ കെട്ടിച്ചു. ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് ഭ്രാന്തം പൊട്ടക്കുളത്തിൽ ചാടിച്ചെത്തു. ശവം പോലും കിട്ടിയില്ല. എന്നെ കെട്ടാതിരുന്നോണ്ട് ശവം തിരിച്ചു കിട്ടും. അങ്ങനെയല്ല ചേച്ചി. ആ സംഭവത്തിന് ശേഷം ഗാന്ധാരി അമ്മ തമ്പുരാട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വത്ത് പോലും കൊടുത്തില്ല. അങ്ങനെയുള്ള ഗാന്ധാരി അമ്മയെ ഒതുക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതം പോലും ഇല്ലെന്ന് പ്രതിജ്ഞ എടുത്തു പോയില്ലേ തമ്പുരാൻ ചേട്ടൻ? എന്റെ ഗതികേട് അല്ലാണ്ട് എന്ത് പറയാനാ? അല്ല, നീ പെണ്ണൊന്നും കിട്ടുന്നില്ലേ? മനസ്സിനെ പിടിച്ചൊരു പെണ്ണിനെ കിട്ടണ്ടേ ചേച്ചി? ആ കിളവനെ വിട്ടേക്ക്, ഞാൻ റെഡിയാ. അവന്റെ ഒരു കിണ്ണാര നിന്നെ കൈ കിട്ടും. പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. അയ്യോ, പിന്നെ നമ്മൾ ഈ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യും? തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റൂ? നാടകം നടത്തിയതിനെ മൂപ്പരാൻ ചൂടായിരിക്കുക. ഇനി നടിയും കൂടെ അങ്ങോട്ട് നല്ല പുകിലായിരിക്കും. അല്ല, എന്റെ ഈ ബസ് കാണുന്നില്ലല്ലോ. ബസ്സുകാർ പെട്ടെന്ന് പണിമുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകത്തിനെത്തിക്കോളെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണിമുടക്കിന് ഞങ്ങൾ എന്ത് ചെയ്യാന്? നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. തിരിച്ച് കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ്, തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് ചേട്ടാ, ഈ വണ്ടി കയറ്റി വിട്ടാലോ? കണ്ട കാളഞ്ഞ പോത്തിന്റെയും പുറത്തേറി പോവാനേ ഈ ചാക്കുട്ടിനെ കിട്ടില്ല. നീ ടാസ്ക് ഇവിടുന്ന് എങ്ങനെങ്കിലും നമുക്കൊന്ന് പോവാം. നീ ചുമ്മാ നേടി. ഈ തട്ടിപ്പൊന്നും ചാക്കൂട്ടിന്റെ അടുത്ത് നടക്കൂല. ടാസ്ക് വിളി. വെളുക്കുമ്പോ മീനാക്ഷിപുരത്തെത്തും. വസൂരിയുടെ 4 ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നത്. അമ്മാവനെവിടെ? ഇപ്പൊ വരും. പുള്ളിക്കാരനെ സമ്മതിച്ചു.
കൊച്ചേ ആ വണ്ടിയിലോട്ട് കയറി ആരാ മനസ്സിലായി? എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചു. എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. എനിക്കൊന്നും അറിഞ്ഞു. ദേ വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. ഇത് എന്റെ അമ്മാവനാ. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവൻ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറി. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കും. ഞാനാരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താനാരാണെന്ന്. അമ്മാവാ, മൂന്ന് ദിവസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കയറിക്കോളാം. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ട് വിട്ടേനെ. പാവങ്ങളാ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബസൂലിയുടെ 4 ഇരട്ടിയാ ഞാൻ അടിച്ചെടുത്തത്. ഒന്നുമില്ലേലും വഴിച്ചതിനുള്ള കാശ് ഇങ്ങനെ ഒത്തില്ലേ? കാളക്കൂട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം. അക്കൂട്ടത്തിൽ ഈ 2 എണ്ണത്തിൽ കൂടെ വലിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം? നീ അതൊക്കെ നമ്മ കള്ള് മോന്താൻ കയറിയപ്പോഴും എനിക്കറിയായിരുന്നു എന്തെങ്കിലും പുരുവാൻ ഒപ്പിക്കുമെന്ന്. തല്ലൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. നീ വണ്ടി മിണ്ടാതെടുക്കാൻ പറയാനോട് ഉറക്കത്തില്ല. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. ഇത് ശരിയാവില്ല, ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉറക്കത്തില് ബോധമില്ലാതെ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യും? എന്താണ് വണ്ടി നിർത്തിയ? 16 അടിയന്തരം ഞാനിന്ന് സാരമില്ല, ഇനി അയാളൊന്നും ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ? ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല, ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നുണ്ടവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ജീവനോടെ കുഴിച്ചുപെടും. എന്താ തലയ്ക്ക് സുഖമില്ലേ? ഉറങ്ങി കിടക്കുന്നവരോട് വഴക്കടിക്കാൻ ഇത് വലിയ ശല്യമായല്ലോ. പാതിരാക്കി പരിപാടി കിടന്ന് വഴക്കടിക്കാൻ പറഞ്ഞു വന്നേ. ഏതായാലും വലിച്ചു തലേ വെച്ചു. ഇത് സഹിച്ചല്ലേ പറ്റൂ. നീ വണ്ടി കയറേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. പിന്നെ അടുത്ത വെളിച്ചം കാണുന്നിടത്ത് 2നെ ഞാൻ ഇറക്കി വിടും. ഇത് 2 സമ്മതിച്ചാൽ ഞാൻ വണ്ടി കളിക്കാം, ഇല്ലേ തമ്മറം ചേട്ടൻ തളിച്ചാൽ ഞാൻ നടന്നു. സമ്മതിച്ചു, നീ വണ്ടി കയറേ. അച്ഛൻ